നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനാപുര മണ്ഡലത്തിൽ ഇക്കുറി നിറഞ്ഞു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ്. പലതും പറയാതെ അദ്ദേഹം കടന്നുപോയി. എങ്കിലും ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ, ആ കണ്ണുനീരിന് പ്രായശ്ചിത്തം ചെയ്യാൻ സമയമായി എന്ന് ജ്യോതികുമാർ ചാമക്കാല തൻ്റെ മണ്ഡലത്തിലുള്ള വോട്ടർമാരോട് പറയുന്നു. എന്നാൽ വിധി അതിടിത്തിയായി വരും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണമെന്ന സോളാർ പീഡന കേസിലെ പരാതിക്കാരിയോട് അന്ന് KB ഗണേഷ് കുമാർ പറയുന്നത് താൻ കേട്ടു എന്ന മൊഴി. താനത് നേരിട്ട് കേട്ടുവെന്നാണ് ഇപ്പോൾ കോടതിയിൽ മൊഴിയായി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം SC സഞ്ജയ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴി നൽകിയത്. ആ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ സുപ്രധാനമായി മൊഴി നൽകിയിരിക്കുന്നു. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ ഉമ്മൻചാണ്ടിയെ പീഡന കേസിൽ ഉൾപ്പെടുത്തി നാറ്റിക്കുമെന്നും അടുത്ത തവണ LDF മുന്നണിയിൽ ചേർന്ന് MLA മന്ത്രിയാകുമെന്നും അപ്പോൾ നമുക്ക് കാണാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നുവെന്നാണ് മൊഴി. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി 2001 മുതൽ 2004 വരെ പ്രവർത്തിച്ച സഞ്ജയ് ഖാൻ നിലവിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. ഗണേഷ് കുമാറിനെ എന്തിന് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി എന്നതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരി ഉഷ മോഹൻദാസ് മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഗണേഷ് കുമാർ ഭാര്യ യാമിനി തങ്കച്ചിയെ മർദ്ദിക്കുമായിരുന്നു നിരന്തരം. മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ഗണേഷ് കുമാറിന്റെ ദാമ്പത്യത്തിൽ താളപ്പിഴകളുണ്ടാക്കി. ഒടുവിൽ മന്ത്രിമന്ദിരത്തിൽ അരുതാത്തത് ചിലത് യാമിനി തങ്കച്ചി കണ്ടു. പിന്നീട് യാമിനി തങ്കച്ചി പൊട്ടിത്തെറിച്ചു. എന്നാൽ യാമിനിയെ ക്രൂരമായി ഗണേഷ് കുമാർ മർദ്ദിച്ചു. ഒടുവിൽ യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ നേരിൽ കണ്ടു. ഭർതൃപീഡനമാണ് വിഷയം. ഗണേഷ് കുമാറിനെതിരെ തനിക്ക് പരാതിയുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആ പരാതി മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല. പകരം ഗണേഷ് കുമാറിനെ വിളിച്ച് സംസാരിക്കാമെന്ന് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ യാമിനി തങ്കച്ചി അപ്പുറത്ത് പോലീസിൽ പരാതി നൽകി. സംഗതി കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി പെട്ടെന്ന് തന്നെ ബാലകൃഷ്ണപിള്ളയെയും ഗണേഷ് കുമാറിനെയും വിളിപ്പിച്ചു വരുത്തി. യാമിനി തങ്കച്ചിയെ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യം ബാലകൃഷ്ണപിള്ളയ്ക്ക് മനസ്സിലായി. തുടർന്ന് പണവും സ്വത്തുമൊക്കെ നൽകി യാമിനി തങ്കച്ചിയെ ബാലകൃഷ്ണപിള്ള സെറ്റിൽ ചെയ്തു. എന്നാൽ മറുവശത്ത് അതിൻ്റെ പക മുഴുവൻ ഗണേഷ് കുമാറിന്. യാമിനിയെ ഭയപ്പെടുത്തി ഉമ്മൻചാണ്ടിക്ക് ഓടിക്കാമായിരുന്നുവെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ഭാവം. യാമിനി തങ്കച്ചിയും ഗണേഷ് കുമാറും തമ്മിലുള്ള വിഷയം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഗണേഷ് കുമാറിനെതിരെ അന്ന് ഉയർന്നു വന്ന ഒരു പിടി കഥകൾ. തങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിച്ചത് ഗണേഷ് കുമാറാണ് എന്ന് മറ്റൊരു വ്യക്തി ഉമ്മൻചാണ്ടിയെ നേരിൽ കണ്ടു പറയുന്നു. അത് തൻ്റെ ജീവിതാവസാനം വരെ താൻ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ ഒടുവിൽ ഗണേഷ് കുമാർ നിർബന്ധിതനായി. തിരികെ മന്ത്രിസഭയിൽ പ്രവേശിക്കാമെന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ വിചാരം. അതിന് കഴിഞ്ഞില്ല. ഇതോടെ ഉമ്മൻചാണ്ടിയോട് പകയായി. അതിൻ്റെ തുടർച്ചയായിരുന്നു സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ പെടുത്തിയ കഥ. ഉഷ മോഹൻദാസ് തൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുമായി സംസാരിക്കുമ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഉമ്മൻചാണ്ടി സോളാർ കേസിലുണ്ടോ? ഒരിക്കലും സത്യമായി ഉമ്മൻചാണ്ടി ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ബാലകൃഷ്ണപിള്ള ഉഷ മോഹൻദാസിന് മുന്നിൽ സത്യം ചെയ്തു പറഞ്ഞു. അവിടെയാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് സോളാർ നായിക എഴുതിയ ആ 4 പേജ് അധിക കത്തിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായത്. പിന്നീട് ആ 4 പേജ് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞു. ഒരു കാലഘട്ടം മുഴുവൻ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ നിരന്തര വിവാദങ്ങളാണ് പത്തനാപുരത്ത് ഉയർന്നു വരുന്നത്. ഗണേഷ് കുമാറിനെതിരെ ഇപ്പോഴത്തെ ഭാര്യ ആരോപണവുമായി മാധ്യമപ്രവർത്തകരെ കണ്ട ആ സംഭവം, അതിന് പിന്നാലെ ഗണേഷ് കുമാറിൻ്റെ ചില വിശദീകരണങ്ങൾ, തനിക്ക് 5000 കാമുകിമാരുണ്ട് എന്ന് ഗർവോടെ ധാർഷ്ട്യത്തോടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രതികരിച്ച ഗണേഷ് കുമാറിനെ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ വിമർശിച്ചു. മറുവശത്ത് പ്രശ്നങ്ങൾ ഉയർത്തിയ ഭാര്യയെ തൽക്കാലത്തേക്കൊന്ന് സെറ്റിൽ ചെയ്തു എന്ന വാർത്തയും നമ്മൾ കേൾക്കുന്നു. ഉമ്മൻചാണ്ടി ഏറെ വേദനകൾ അനുഭവിച്ചു. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത അപവാദ കഥകൾ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചു. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഒരു പകയുടെ പേരിൽ ഗണേഷ് കുമാർ എന്ന നേതാവ്. സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മുന്നിലും കൃത്യമായി അഭിനയിക്കാനറിയാം, സംസാരിക്കാനറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ ആ ധാർഷ്ട്യം പ്രകടമാണ്.
പത്തനാപുരത്തെ ജനങ്ങൾ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കുമെന്നാണ് ഗണേഷ് കുമാറിന്റെ ധാരണ. ഉമ്മൻചാണ്ടിയോടുള്ള വികാരം പത്തനാപുരം മണ്ഡലത്തിൽ ശക്തമായി നിലകൊള്ളുന്നു. അതിനെതിരെ വേണം ഇനി നീന്തിക്കയറാൻ ഗണേഷ് കുമാറിന്. മറുവശത്ത് NSS കൈവിട്ടിരിക്കുകയാണ് ഗണേഷ് കുമാറിനെ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ഗണേഷ് കുമാറിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ അന്ന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. പത്തനാപുരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അങ്ങനെ ഉമ്മൻചാണ്ടി ഫാക്ടർ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ മണ്ഡലത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. വലിയ ജനവികാരമാണ് ആ പ്രചരണത്തിൽ നമ്മൾ കണ്ടത്. സ്വന്തം മകളെപ്പോലെ ആളുകൾ മറിയ ഉമ്മനെ ചേർത്ത് പിടിക്കുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള ആ സ്നേഹം ഇപ്പോഴും വോട്ടർമാരുടെ മുഖത്ത് കാണാം. പത്തനാപുരത്ത് ഗണേഷ് കുമാർ പയറ്റുന്നത് വികസന നായകൻ എന്ന പ്രതിച്ഛായ പ്രചരണായുധമാക്കിയാണ്. എന്നാൽ വികസന നായകനപ്പുറത്ത് മനുഷ്യത്വമുണ്ടായിരിക്കണമെന്ന് ഇപ്പോൾ വോട്ടർമാർ ഓർമ്മപ്പെടുത്തുന്നു. വികസനം പലതും പുറംപൂച്ച് മാത്രമാണ് എന്നും വോട്ടർമാർ തിരിച്ചറിയുന്നു. സോളാർ പരാതിക്കാരിയുടെ കത്തിൽ പറഞ്ഞ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗണേഷ് കുമാറാണ് എന്ന് കോടതിക്ക് പോലും വ്യക്തമായ സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. സോളാർ കേസ് ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്നത് ഗണേഷ് കുമാറിനെ തുടക്കം മുതൽ ഭയപ്പെടുത്തിയിരുന്നു. സോളാർ കേസ് നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ കോടതിയിൽ ഒരു ഹർജിയും സമർപ്പിച്ചു. എന്നാൽ ഹർജി കോടതി തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ ആവശ്യം. ഇപ്പോൾ സഞ്ജയ് ഖാൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഗണേഷ് കുമാർ എന്തുകൊണ്ട് ഇത്രയധികം ഭയന്നു? തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോടതി നടപടികൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുമെന്നും അത് തന്നെ ദോഷമായി ബാധിക്കുമെന്നുമാണ് ഹർജിയിൽ ഗണേഷ് കുമാർ പറഞ്ഞത്. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ കൂടുതൽ പേജുകൾ കൂട്ടിച്ചേർത്ത് ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തി എന്ന് വ്യക്തമായതായി അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഹർജിയിൽ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ഈ സോളാർ കേസിലെ അധിക 4 പേജുകൾ തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ ഭയപ്പെടുത്തുന്നത്. അതുതന്നെയാണ് പത്തനാപുരം മണ്ഡലത്തിൽ ഗണേഷ് കുമാറിന് വലിയ വിനയായി തീർന്നിരിക്കുന്നതും. പത്തനാപുരം മണ്ഡലത്തിൽ വർഷങ്ങളായി തുടരുന്ന ഗണേഷ് കുമാറിന്റെ ആധിപത്യം പൊളിക്കാൻ ഇക്കുറി കോൺഗ്രസിന് കഴിയുമോ? രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങളിലൂന്നിയാണ് പലപ്പോഴും ഗണേഷ് കുമാറിന്റെ വിജയം. കോൺഗ്രസ് പ്രവർത്തകരുടെ പോലും വോട്ടുകൾ ശേഖരിക്കാൻ ഗണേഷ് കുമാറിന് കഴിയാറുണ്ട്. ഉമ്മൻചാണ്ടി ഫാക്ടർ ഇത്ര ശക്തമായി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജയിച്ചു കയറുക അത്ര എളുപ്പമല്ല. ഒരു വശത്ത് LDF വിരുദ്ധ തരംഗം, മറുവശത്ത് ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപം. ജനങ്ങൾക്ക് പകരം ചോദിക്കാനുള്ള സമയമായി എന്ന് UDF പറയുന്നു. CPMലെ ഒരു വിഭാഗം ഇപ്പോൾ ഗണേഷ് കുമാറിനെ വല്ലാതെ വെറുക്കുന്നു. അവരുടെ വോട്ടും ചാമക്കാല പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇതിനകം തന്നെ കഴിഞ്ഞു. സോളാർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനോട് ചില ചോദ്യങ്ങൾ UDF തൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ ഗണേഷ് കുമാർ പരിങ്ങലിലും. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചാണ് ജ്യോതികുമാർ ചാമക്കാലത്തിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉയർത്തിവിട്ടുകൊണ്ട് ജ്യോതികുമാർ ഇക്കുറി പ്രചരണം കൂടുതൽ ആവേശഭരിതമാക്കി. ഗണേഷ് കുമാറിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ ചതിയുടെ കഥകളാണ് ഇപ്പോൾ പത്തനാപുരത്തെ മുഖ്യ സംസാരം. മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ നാറ്റിക്കുമെന്ന് അക്കാലത്ത് UDFൽ ശക്തനായ ഒരു നേതാവ് പറയുന്നു. പിന്നീട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറി ഉമ്മൻചാണ്ടിയെ ഇത്രയധികം നാറ്റിച്ചതിന് പിന്നിൽ ഇത് ഗണേഷ് കുമാർ തന്നെ. ഗണേഷിന്റെ രാഷ്ട്രീയ ധാർമ്മികത ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതുതന്നെയാണ് UDFന്റെ മുഖ്യ പ്രചാരണവും. സോളാർ കേസിലെ പ്രതിയായ സോളാർ പരാതിക്കാരിയും 2ാം പ്രതിയായ ഗണേഷ് കുമാറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പലപ്പോഴും പല വാർത്തകളിലും നിറഞ്ഞിരുന്നു. NSS താലൂക്ക് യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിട്ടതും ഇപ്പോൾ ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയായി. സമുദായത്തിലുള്ള സ്വാധീനം കുറഞ്ഞു. സുകുമാരൻ നായർക്കും ഗണേഷ് കുമാറിനെ ഇപ്പോൾ താല്പര്യമില്ല. ചുരുക്കത്തിൽ ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തിൽ സോളാർ കേസ് ഒരു നിർണായക ഘടകമായി മാറുന്നു. വർഷം എത്ര കഴിഞ്ഞാലും വിധി അത് തടുക്കാൻ കഴിയില്ല. ചെയ്തതിൻ്റെ കൂലി വാങ്ങാതെ മടങ്ങാൻ നിർവാഹമില്ലല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.